ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന്. ആ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കിലോ ചെറുപയർ പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ പരിപ്പ് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏലക്കയുടെ പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വലിയൊരു 2 ബൗൾ നിറയെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആ ശർക്കര നല്ലപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പരിപ്പിലേക്ക് ഈ ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരിച്ചിട്ട് വേണം എടുക്കാൻ. അതിൽ വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ശേഷം ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിൽമയുടെ 2 പാക്ക് പാല് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പാക്ക് പാലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പായസം. ഇനി നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്ത് ചൂടാക്കാൻ വെക്കാം. കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് രണ്ടും നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നേരത്തെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വേണം നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഈ ഒരു ചെറുപയർ പരിപ്പിൻ്റെ പായസത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാരമലാക്കിയിട്ടാണ് ആ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പായസ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.